ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഓട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുഴുവനായിട്ടുള്ള ഓട്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് ഓട്സ് ആയാലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഓട്സ് കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഓട്സും വെള്ളവും കറക്റ്റ് ഈക്വലായിട്ട് നിൽക്കുന്ന രൂപത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം, നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്സ് വറുത്തിട്ട് ഒന്നുമല്ല കേട്ടോ, ആ ഒരു പച്ചയോടെ തന്നെ എടുത്തിട്ടാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഉണ്ടല്ലോ, ഇതുപോലെ രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പരുവം, വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ആവുന്ന രീതിയിൽ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ഓട്സ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുതിർന്ന് വന്നോളും. അതിനുശേഷം വേണം നമുക്കത് അരച്ചെടുക്കാൻ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എന്തെല്ലാം നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി തന്നെ എടുക്കുക. ഇഞ്ചി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ വലിയുള്ളി ഹാഫ് മാത്രം മതി കേട്ടോ. ഒരു പകുതി ഭാഗം വലിയ ഉള്ളി മതി. ഇനിയിപ്പോൾ ചെറിയ വലിയ ഉള്ളി ആണെങ്കിൽ ഒന്നെടുക്കുക കേട്ടോ, ഏറ്റവും ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കും. കണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് ഓട്സിലേക്ക് വലിച്ചെടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്കതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ഓട്സ് എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ബാച്ചിൽ തന്നെ അരച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഓട്സൊക്കെ എടുക്കുകയാണെങ്കിൽ 2-3 ബാച്ചൊക്കെ ആയിട്ട് നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വഴുവഴുപ്പ് കൊണ്ട് നമുക്ക് അരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ആ വെള്ളം തന്നെ ഉണ്ടായിരുന്നു. അതിന് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉള്ളത്. ഈ ഒരു രീതിയിലല്ല കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം, ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. കണ്ടല്ലോ, ഈ ഒരു കറക്റ്റായിട്ടുള്ള പരുവത്തിലാണ് നമുക്കിതിൻ്റെ ബാറ്റർ വേണ്ടത്. ഓവർ ടൈറ്റും അല്ല, എന്നാൽ ഓവർ ലൂസും അല്ല. ഈ ഓട്സ് നമുക്ക് അരച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം വയോയിപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാവുക.
അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചുട്ട് നോക്കട്ടെ. ആദ്യം ഒരു തവണ ഒന്ന് പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലാവും കേട്ടോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്ന്. നല്ല ഈ രീതിയിൽ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു തവയിൽ തന്നെ തിരിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഹോൾസ് വലിയ ഹോൾസായിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വേറിട്ട് പോരുന്ന രീതിയിലാവും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പാനിൻ്റെ ചൂട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാനിൽ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹൈ ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ദോശ ഓരോന്നായിട്ട് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ചട്ടിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, തിരിച്ച് റിട്ടേൺ പോരുക അങ്ങനെയൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ അത്യാവശ്യം ടൈം എടുത്തെങ്കിൽ മാത്രമേ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാ ദോശ ചുട്ടെടുക്കുന്ന പോലെ പെട്ടെന്നൊന്നും ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ക്രിസ്പി ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടാനായിട്ട് നോക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ ഒന്നുകൂടി സ്പീഡിൽ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി മറിച്ചിടണമെങ്കിൽ നമുക്ക് മറിച്ചിടാം. ഇനിയിപ്പോൾ മറിച്ചിടാതെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് രണ്ട് ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നോളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ദോശ ചുട്ട് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്റർ ഒന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തിക്കായതിപ്പോൾ കുറച്ചൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതാണ്. കാരണം ഒരു ഓട്സ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ കുതിർന്ന് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിക്കായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഇതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് വേണം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നെയ്യോ ഓയിലൊക്കെ ഒന്ന് മേലെ സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നല്ല തിന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആണല്ലോ ഇത് അത്യാവശ്യം തിന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഉള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് നന്നായിട്ട് ഇതിൽ ഉണ്ടാകും. അപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൻ്റെ ക്രിസ്പിനെസ് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. കണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തണുത്ത് പോയതിന് ശേഷം ക്രിസ്പിനെസ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.